അവനകത്ത് ഇറങ്ങിയിരുന്നു അവിടെ. ഓ താടിക്ക് കയ്യൊക്കെ കൊടുത്തായിരിക്കുന്നത് കേട്ടോ. എന്തുവാണ് കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? യൂട്യൂബ് കണ്ടിരിക്കുന്ന പോലീസ് സേവാന്മാരെ ഇതിനെന്തേലും അവനെ നമ്പർ എടുത്തേക്കാം അല്ലേ? KL07 എവിടുത്തെ രജിസ്ട്രേഷൻ ആണോ? എറണാകുളമാ. ഏതോ കോൺട്രാക്ടറാ. ഇമാർ ഇതിനകത്ത് തന്നെ കൊണ്ടുപോകണം. വല്ല ബൈക്കിലോ വല്ല കയറ്റി വിടരുത്, വല്ല ഓട്ടോ പിടിച്ചു വിടരുത്. അതും ശരിയാ. ഇവന്മാരെ ഇവിടെ വീണ ചത്താൽ എന്നാ? ഇവൻ ബംഗാളിയല്ലേ? അവൻ ചത്താൽ അവൻ്റെ ബോഡി കയറ്റി വിടുന്ന നേരം ഓട്ടോ പിടിച്ചു വിടുന്നത്. അതിലും കാശാകത്തില്ലേ ഓട്ടോയ്ക്ക് അല്ലേ? അല്ലേ തന്നെ ഇവനെയൊക്കെ എന്ത് വില? ഇവനൊക്കെ മനുഷ്യനാണ്. തെണ്ടികൾ ആവട്ടെ, നശിക്കട്ടെല്ലാം. അവനും അവൻ്റെ കുടുംബം നശിച്ച് നാശമായി. അവനെ എന്നിട്ട് നമുക്ക് അവനെ കൊന്നിട്ട് വേണം തിന്നാൻ. ഏത് നമുക്ക് നല്ല സൗകര്യത്തിൽ വേണ്ടേ? ഈ വണ്ടിയൊക്കെ മേടിച്ചൊരാൾക്ക് നല്ല പൈസയൊക്കെ ആണ്. അപ്പോൾ ഇവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തണമല്ലോ. അതും നല്ല ആഡംബരത്തിൽ വളർത്തണം, സാജൻസ് കറിയെ വളർത്തുന്ന പോലെ. നാട്ടുകാരുടെ മൊത്തം തെറിയും പറഞ്ഞിട്ട് അല്ലെ, തെറി പറയുന്നതിൻ്റെ കാര്യമല്ലേ അവനെ കള്ളത്തരവും പറഞ്ഞ് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന പരിപാടികളും നടത്തി ഒരുപാട് കുടുംബങ്ങൾ കുളം തോണ്ടിയിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നണം. അതായി കാണുന്നത്. അതിൻ്റെ വേറൊരു വെർഷൻ, കൺസ്ട്രക്ഷൻ വെർഷനാണിത്. മറ്റേത് മീഡിയ വെർഷൻ, ഷാജൻസ് കറിയ കള്ളം പറഞ്ഞ് ജീവിക്കുന്നവന്മാർ. ഇപ്പം കാണാനില്ലല്ലേ? വലിയ ഓളമില്ല അവന്. അതിൽ കൂടുതൽ കള്ളം ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റും 24 ഒക്കെ പറഞ്ഞു തുടങ്ങി, റിപ്പോർട്ടർ അടക്കം. അപ്പോൾ പിന്നെ ഇനി അയാൾക്ക് വലിയ സ്കോപ്പ് ഇല്ലാണ്ടായിപ്പോയി. ഏതായാലും കൊള്ളാം കേട്ടോ. ഇയാളെ നമുക്ക് എന്തായാലും ഇതിവിടെ നിർത്തിക്കുക ചെയ്യണ്ടേ ശരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പിന്നെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അത് ശരിയാകുന്നില്ല. നിർത്തേണ്ടത് അവർ നിർത്തിയിട്ടില്ല. എനിക്കിപ്പോൾ ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടെ തടഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇവരെന്നെ മറ്റേ എന്തോ പറയണ്ടേ, പോട്ടാളം വന്ന് അറസ്റ്റ് ചെയ്യും. ഇന്ത്യൻ മിലിറ്ററി അവമാനിച്ചെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനത്തെ തെണ്ടിത്തരമൊക്കെ എവിടെ നിന്ന് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ അവർ പറയുന്നത് എന്നാണെന്നറിയോ? ഇന്ത്യൻ മിലിറ്ററി അവമാനിച്ചത്. കാരണം മിലിറ്ററി ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുമല്ലേ. എടാ പട്ടാളം എന്തിനാ അതിർത്തി കാവൽ നിൽക്കുന്നത്? ഈ മനുഷ്യരെയൊക്കെ സംരക്ഷിക്കാനല്ലേ? അപ്പോൾ അവർ മിലിറ്ററിയുടെ സംരക്ഷണത്തിലിരിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? അയ്യോ, വല്ല എക്സ് മിലിറ്ററിക്കാരൻ്റെ ലോറി കാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അതായിരിക്കും സംഭവം. എന്തായാലും കഴിഞ്ഞു പോയി. അവരെ നമ്മൾ വിടുന്നു.